നമ്മൾ ആ വട്ടവടയിലെ ആ ഒരു കൃഷി സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് കുറച്ചുകൂടെ മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ കർഷകരൊക്കെ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ്. അവരുടെ വീടുകളൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. അത് കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം വന്നു കഴിയുമ്പോൾ ഈ ഭാഗമെല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇത് കേരളത്തിൻ്റെ ഭാഗം തന്നെയാണെങ്കിലും ഒരു തമിഴ് കൾച്ചറാണ്. അതൊരു ബോർഡർ ഏരിയ എന്ന് തന്നെ പറയാം. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണല്ലോ. കോവിലൂറും കഴിഞ്ഞ് ഇച്ചിരി കൂടെ മുന്നോട്ട് പോയാലേ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിലും പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ പോയപ്പോൾ നാഗാലാൻഡോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അരുണാചൽ പ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ കണ്ട പോലത്തെ ഒരു ആംബിയൻസ് കണ്ടില്ലേ. സ്റ്റെപ്പ് കൾട്ടിവേഷനും കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ ഇത് നോക്കൂ. ഈ കിനോർ വാലിയിലൊക്കെ പോയപ്പോൾ കണ്ടതുപോലെയാണ് നാച്ചുറലായിട്ടുള്ള വെള്ളത്തിൻ്റെ ഊറ്റാണ്. അതിങ്ങനെ ചാനലൈസ് ചെയ്ത് താഴേക്ക് സിമെൻറ്റ് ചെയ്തൊരു ചാനലിലൂടെ താഴേക്ക് വിടുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ്. അത് ഈ ഗ്രാമവാസികളെല്ലാം അവരുടെ കുളി ആവശ്യങ്ങൾക്കും പിന്നെ ഡ്രിങ്കിങ് വാട്ടറായിട്ടും തുണി അലക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവരുടെ താമസ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുവാണ്. അവരുടെ വില്ലേജിൻ്റെ കർഷകർ താമസിക്കുന്ന വീടുകൾ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു വീടുകളെല്ലാം ഉണ്ട്. ഇതങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴേക്ക് അവരുടെ കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ പടിയായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നു. ഇപ്പോൾ കൃഷി കുറവാണ്, എന്നാൽ അത് കംപ്ലീറ്റ് കൃഷിയുള്ള സമയത്തൊന്ന് വന്നു നോക്കൂ. എന്തായിരിക്കും ഇവിടുത്തെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ചുറ്റും ഇങ്ങനെ ആ താഴ്വാരം മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോൾ അവർക്കിങ്ങനെ ഗ്രാമത്തിൻ്റെ മുകൾ ഭാഗത്ത് അവരുടെ വീടുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ വീക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റേ ഗ്രാമം കാണാം, കോവിലൂർ എന്നുള്ള ആ ഗ്രാമം. അവർക്കും അതുപോലെ കൃഷി സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഈ മലയ്ക്ക് അപ്പുറമാണ് കൊടൈക്കനാൽ. അപ്പോൾ ശരിക്കും ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയം. പലരും വന്ന് ചോദിക്കുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ കേരളത്തിൽ നിന്നാണ്. പക്ഷേ അവരും കേരളത്തിലുള്ള ആൾക്കാർ തന്നെയല്ലേ. ഇതും കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഇത്തരം മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾക്ക് ഇപ്പോഴും ഉണ്ട്, ബാക്കിയുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും നമ്മളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതൊക്കെ പ്രകൃതിയായിട്ട് തന്നെ ഇങ്ങനെ തന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. പ്രകൃതിയുടെ ഒരു വരദാനമാണ്. അത് കർഷകർ ആ രീതിയിൽ തന്നെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് കൃഷി സ്ഥലങ്ങളായിട്ടും അല്ലാതെ ഇത് സ്ഥലമൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് കംപ്ലീറ്റ് റിസോർട്ടുകളൊക്കെ പണിതെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആ സൗന്ദര്യമൊക്കെ പോയില്ലേ. പക്ഷേ ഇതാണ് നമ്മൾക്ക് അന്നം തരുന്നൊരു സ്ഥലമാണ്. കാര്യം ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് കൃഷി ചെയ്ത് നാട്ടിലേക്ക് കിട്ടുന്നത് ഇവിടുന്ന് തന്നെയാണ്. അത്ര ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ആംബിയൻസും നിഷ്കളങ്കരായ നാട്ടുകാരും നല്ല സ്ഥലമാണ്. വന്നിരിക്കേണ്ട ഒരു സ്ഥലം വട്ടവട ആൻഡ് കോവിലൂർ. ഇവിടുത്തെ വീടുകളും ഇതൊരു ചെറിയ ടീ ഷോപ്പാണ്. ടീ സ്റ്റാളെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. കുഞ്ഞ് ചായക്കടയും ഇതുപോലെ തന്നെയാണ്. എല്ലാം ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കോൺക്രീറ്റ് വീടുകളുണ്ട്, ഒരു നില 2 നിലയൊക്കെ. എന്നാലും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് അതെല്ലാം ചെയ്യുന്നത്. അടുക്കിയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ക്ലോസ് ബൈ, ഭയങ്കരമായിട്ട് കോമ്പൗണ്ടൊന്നും ഇട്ടല്ല ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് കോവിലൂരിൽ പോകാനായിരുന്നു പ്ലാൻ. കോവിലൂരിലും ഇതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന സ്ഥലമല്ലേ. കുറച്ചുകൂടെ കൂടുതൽ വീടുകളുണ്ട്, കുറച്ചുകൂടെ കുറച്ചുകൂടെ വലിയൊരു ടൗൺഷിപ്പ് പോലെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ചെറിയൊരു ഗ്രാമമാണ്. അപ്പോൾ വട്ടവടയിൽ തന്നെ ഒരു വീട്ടിൽ നമുക്ക് കയറാം. കോവിലൂരിൽ പോകാനായിട്ട് ഇനി നമുക്ക് സമയമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോണേ. ഗജേന്ദ്രൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. അതെ, ഭഗവതിയുടെ ഫ്രണ്ടാണ്. നമുക്ക് കുറച്ച് മേലെയാണ് അല്ലേ വീട്, ഇതിൻ്റെ മേളിൽ. ഓക്കെ, കുറച്ചുകൂടെ കയറി പോകണം. ഓക്കെ, പോകാം. ഇതെല്ലാം വീടുകളാണ്. നമ്മൾ ഈ വന്ന വഴി എല്ലാം കുഞ്ഞു വീടുകളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള. ഇതെല്ലാം ഒരു കുന്നിൻ്റെ മുകളിലാണ്. എലിവേറ്റഡ് പ്ലേസ്. കൃഷി സ്ഥലങ്ങളെല്ലാം നിരപ്പായ സ്ഥലത്താണ്, താഴേക്ക്. ഓരോരോ സ്ട്രീറ്റുകളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അതിൽ ഇത് കുറച്ച് ചെറിയ വീടുകളാണ്, പക്ഷേ നല്ല ഭംഗിയായിട്ട് മെഴുകിയ മണ്ണ് കൊണ്ടുള്ള വീടുകൾ.
ഹൈറ്റൊക്കെ നോക്കി ചില വീടിൻ്റെ എല്ലാം ഇത്രയേ ഉള്ളൂ, കയറാൻ പറ്റും. നല്ല രസമായിട്ട് ഭയങ്കര രസമുള്ള ക്യൂട്ട് ഹൗസസ്, ഫെയറി ടെയിലൊക്കെ കാണുന്ന പോലത്തെ വീടുകൾ കണ്ടില്ലേ? ചെറിയ വാതിലും കുഞ്ഞ് ഓപ്പണിങ്ങൊക്കെ ആയിട്ട് അകത്തേക്ക് ധാരാളം പാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് നീറ്റാണ്, വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന വീട് കുറച്ചുകൂടെ വലിയ വീടാണ്, അത് കുറച്ചുകൂടെ പൈസയൊക്കെ ഉണ്ട് പുള്ളിക്കെന്നാണ് തോന്നുന്നത്. ഒരു ഡബിൾ സ്റ്റോറീഡ് ഹൗസാണ്.